ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തൊട്ട് 50 നോയമ്പ് തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. എനിവേ നോയമ്പ് അങ്ങ് പള്ളിയിൽ നിന്ന് അങ്ങ് ആരംഭിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ കുറിയൊക്കെ വരച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുർബാന തീരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇറങ്ങി, കാരണം തൂമുന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് വിടേണ്ട ഒരു ഗ്യാപ്പ് എനിക്ക് വേണം. തീരാൻ നിന്നാൽ ചിലപ്പം തൂമുനെ വിടുന്നത് എനിക്ക് ലേറ്റ് ആവും കേട്ടോ. അങ്ങനെ തോമുനും ചാക്കോനെയൊക്കെ വിട്ടിട്ടത് ഞങ്ങൾ ആദ്യം പോയ ഡെസ്റ്റിനേഷൻ പോൾവെളി ഒപ്റ്റിക്കൽസിലായിരുന്നു കേട്ടോ. ഡൗൺ ചേട്ടന് കണ്ണാടി വെക്കാൻ ടൈം ആയിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, ഫോൺ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് മൂപ്പർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അതിന് പറ്റിയ കണ്ണട സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഒരു ഫാമിലി വൈസ് അറിയാം. പോൾവെളിയത്ത് നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ അത് വരിക. അപ്പോൾ അവർ ഭയങ്കര പരിചയക്കാരുണ്ട്, ഒരു വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോണത്. ഭയങ്കര നമ്മൾ ചിലരെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഇഷ്ടമാവില്ല. അങ്ങനെ ഒരാളാണ്, ഞാൻ പേര് പോലും ചോദിച്ചിട്ടില്ല. ഭയങ്കര കാമായിട്ടിരുന്ന് പക്ഷെ വളരെ സ്വീറ്റായിട്ട് വർത്തമാനം പറയുന്ന ഒരാൾ. അവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് അവിടുത്തെ ഏറ്റവും നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ലെൻസ് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറയാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഈ ബേസിക് നീഡ്സാണ്. അപ്പോൾ അതിന് മതി, ഇത് മതി. ഡോൺ ചേട്ടൻ വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും ആൾ വളരെ ക്യൂട്ടായിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപൂർവം ചിലരാണെന്ന് നമുക്ക് അങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ണാടികൾ വേണമെങ്കിൽ പോൾവെളിത്തിൽ പൊക്കോ. ഞാനൊരു പ്രൊമോഷനായിട്ട് പറയുന്നതല്ല കേട്ടോ. ഇനി അടുത്തത് ആൾക്കാരങ്ങനെ പറയും. അവിടുന്ന് നേരെ പോയത് നമ്മുടെ ലൂർദ് പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള IDFC ബാങ്കിലേക്കാണ് കേട്ടോ. ഡോൺ ചേട്ടൻ എന്തോ ആവശ്യമായിട്ട് നമ്മളവിടെ പോയതാണ്. അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഹൈ റോഡിൽ പോയി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്താണെന്നല്ലേ, നാളെ ഞാനൊരു സ്ഥലത്ത് പോവാണ്. അതേത് സ്ഥലമാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം പറയാം കേട്ടോ. അപ്പോൾ അവിടുന്ന് ബൂസ്റ്റ് ചായ അടിപൊളിയാണ് കേട്ടോ. ബൂസ്റ്റ് ചായ എനിക്ക് മമ്മിയും ഡിമ്പിളും കുടിച്ചിട്ട് വന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഞാനും കുടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടെ വരുമ്പോൾ വളരെ കുറവാണ്. ഡാഡിയോ മമ്മിയും ഡിമ്പിളും ഒക്കെയാണ് സ്ഥിരം ഇവിടെ വരാറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ബൂസ്റ്റ് ചായയൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ പോയത് നമ്മുടെ കേരള സ്റ്റോഴ്സിലാണ് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ ആലോചിച്ച് ഡിവൈൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നല്ലേ. ഉദ്ദേശം ലാസ്റ്റ് ഉണ്ട് കേട്ടോ. വീഡിയോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ നടന്നും ഉരുണ്ടും ഒക്കെ സമയമായി. അപ്പോൾ തോമുനെ വിളിക്കാറായിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ കുറച്ച് നേരത്തെ, ഇത് നമ്മൾ 12 ചിലപ്പോൾ മണ്ണുത്തിപ്പാലത്തിനടി കൂടെ പാസ് ചെയ്തെങ്കിലും കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കരിമ്പ് ജ്യൂസ് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ ചായ കുടിച്ചത് രാവിലെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ജ്യൂസ് ചായയുടെ പുറകെ നിനക്ക് ജ്യൂസ് വേണമെന്ന് ചിലർ ചോദിക്കും, അതുകൊണ്ട് പറഞ്ഞതാണേ. അങ്ങനെ ഈ ഒരു റോഡിൽ നമ്മുടെ വെറ്റിനറി കോളേജിൻ്റെ സൈഡിൽ ഒരാൾ സ്ഥിരമായിട്ട് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന ഒരു ആളുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ അടുത്ത് പോയി വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നോൺ ചേട്ടൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആൾ ഭയങ്കര കാമാണ്. എനിക്കെന്നറിയാം, ഇന്ന് ഞാൻ കണ്ട ആൾക്കാരൊക്കെ വളരെ കാമായിട്ടുള്ള ആൾക്കാരെയാണ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസൊക്കെ ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ നമ്മൾ കുറച്ച് കുടിച്ചു തുടങ്ങുമ്പോഴത്തേനും മൂപ്പര് കുറച്ചും കൂടെ ഒഴിച്ചു തരാൻ വരും കേട്ടോ. അങ്ങനെ അതേ ഞാൻ കുടിച്ചു തുടങ്ങി. ഇന്ന് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിക്കാതിരിക്കില്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ ഇട്ടാണ്, അതായത് വെളുപ്പിന് 5:15 ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. ഞാൻ എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായ കുടിച്ചു, വീണ്ടും ചായ കുടിച്ചു, ഇതേ ജ്യൂസും. എന്നിട്ടും ഈ ലിപ്സ്റ്റിക്ക് പോയത് വൈകുന്നേരം 6 മണിക്കാട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഥയുടെ സാരാംശം പറയാം. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കിലാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ഇടുന്നതായിരിക്കും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇന്നും നാളെ ആയിട്ട് പറഞ്ഞ വീഡിയോ വേഗം വരും, ബിക്കോസ് അതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എന്തിനു വാങ്ങിച്ചെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. ഞാൻ ചെന്നൈക്ക് പോവാണ് കേട്ടോ. അതും ഒറ്റയ്ക്ക്. ആദ്യമായിട്ടായിരിക്കും കല്യാണ ശേഷം ഇവിടെ വന്നിട്ട്, തൃശ്ശൂർ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ദൂരെ പോകണത് കേട്ടോ. അപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ചെന്നൈക്ക് പോയേ പറ്റുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ കാര്യം പറയണമെന്നുണ്ട്, എന്നാലും നിങ്ങളുടെ അടുത്തൊരു സർപ്രൈസ് ഇട്ട് വെക്കണം. ഇനി മമ്മി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ഞാനിതൊരു സർപ്രൈസ് ആക്കി വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. കാരണം നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകുന്ന ഒരു കാര്യത്തിനാണ് ഞാൻ പോണത്. എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു സമയത്ത്, ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ ഒരാഴ്ച അല്ല 2 ആഴ്ച കൊണ്ട് ഞാൻ വിശ്വസിച്ചു കേട്ടോ. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. പല കാരണങ്ങളും കൊണ്ടും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 ആഴ്ചക്കുള്ളിൽ ആദ്യം നടക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചു. വീണ്ടും വേണ്ട, പിന്നെ
എന്താ ഒന്നും ആയിക്കൂടെ, നമുക്കിനി പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു തോട്ടൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ട്രിപ്പ് എൻ്റെ അഡ്വാൻറ്റേജിൽ ഞാൻ എടുത്തിട്ട് പോണതാണ്. അപ്പം എന്താ പറയുക, പിള്ളേരെ ഫുൾ ഡോൺ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു 2 നൈറ്റ്സിൻ്റെ കാര്യമുള്ളൂ. ഞാൻ വേഗം തിരിച്ചു വരും. പക്ഷേ അതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ പ്രൗഡാണോ ഹാപ്പി, അത് കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അത് ഫുൾഫിൽ ചെയ്യണം. അത്രത്തോളം എൻ്റെ ആ ഒരു കാര്യം എത്തണം കേട്ടോ. ഇത് ചിലപ്പോൾ മമ്മി ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതിൻ്റെ സർപ്രൈസൊക്കെ പോയിട്ടുണ്ടാവും. എനിവേ എനിക്കറിയില്ല, ഞാനായിട്ട് പറയില്ല. കാരണം എൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും നിങ്ങൾക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അല്ലാതെ ഞാൻ എന്താ സംഭവം എന്ന് ഇടുമ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ 100%, 99% ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കേട്ടോ. അത്രയും ഞാനിപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് നടക്കണം വരെ പുറത്ത് പറയാൻ പറ്റില്ല. നടക്കില്ല എന്നല്ല, നടക്കും. പക്ഷെ എനിക്ക് എന്തോ സമയം പോകും തോറും ഒരു ടെൻഷൻ വരുന്നു. അതെങ്ങനെയാവും എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെന്നൈക്ക് കല്യാണത്തിന് മുമ്പ് തന്നെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഫ്രം തൃശ്ശൂർ പോണത് ബസ്സിൽ. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ആ മണ്ണുത്തിയിലെ ആൾക്കാർ പാലത്തിനോട് നിങ്ങൾ എനിക്ക് എപ്പോഴും ഞാൻ ഓരോ ബസ് ഡോൺ ചേട്ടൻ ഞാൻ ആ ബസ്സിൽ കയറി പോയല്ലോ, ഡോൺ ചേട്ടൻ ഞാൻ ആ ബസ്സിൽ കയറി. നമ്മുടെ ആഗ്രഹം പറയുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് നടക്കുക, നമ്മുടെ ഫാമിലി നമുക്ക് കൊണ്ടുപോകാൻ ആളെപ്പോഴും ഉള്ളപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകേണ്ട കാര്യം നമ്മൾ ആലോചിക്കാറില്ല. പക്ഷെ എനിക്ക് ബസ്സിലും ട്രെയിനിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കണം മേ ബി ഞാനത് എപ്പോഴും പറയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നാളെ രാത്രി മണ്ണുത്തിയിൽ നിന്ന് ഞാൻ ബസ് കയറി പോവാണ്. എന്താ പറയുക, ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ചിരി വരികയാണ്. ചിലപ്പോൾ നിങ്ങൾ ചീത്ത വിളിക്കും, ഇത്രയ്ക്ക് സർപ്രൈസ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഞാൻ മാക്സിമം സർപ്രൈസൊക്കെ ഇട്ടിട്ട് പറയാറുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണല്ലോ. ചിലപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ആവും. നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവണം, മേ ബി വീഡിയോയിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എനിവേ അത് പോട്ടെ. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പോകാനുള്ളത് പെട്ടിയൊക്കെ ഞാൻ ഉച്ചയായപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ പാക്കിങ്. ഈ പെട്ടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞങ്ങളുടെ സൂരത്ത് പെട്ടിയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ്, പിന്നെ നമ്മൾ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ ആക്കി പെട്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി മേക്കപ്പ് ഐറ്റംസാണ് വയ്ക്കാനുള്ളത്. അതിപ്പോൾ നാളെ രാത്രി തൊട്ട് മുമ്പ് റെഡിയാക്കി വെക്കണം. മൈക്ക് എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ നാളെ പോകുമ്പോൾ ചെയ്ത് വെച്ചിട്ട് ഞാൻ പോവുള്ളൂ. അലക്കാനുണ്ട്, അലക്കി വിരിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ വളരെ സമാധാനമായിട്ട് എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞാൻ തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആവും. അത് എന്താണെന്നുള്ളത് ഞാൻ വരുമ്പം പറയാം കേട്ടോ. അപ്പം എൻ്റെ ഒരു ലൈഫിലെ എൻ്റെ ഒരു ഡ്രീം, ചിലപ്പം പലർക്കും നല്ല വളരെ ചുരുക്കം ചില പേർക്ക് ഇത് എടുത്തുചാട്ടാണെന്നൊക്കെ തോന്നും. ബട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് കേട്ടോ. അതെ, ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഇത് അറിയുമ്പോൾ കേട്ടോ. ബട്ട് ഞാൻ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പം എൻ്റെ മനസ്സിൽ അഭിമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. പോകുന്ന കാര്യം വേറെയാണെങ്കിലും പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോകുന്ന വേറെ പർപ്പസിനാണ് ഞാൻ പോണത്. പക്ഷെ തിരിച്ചു വരുന്നത് എൻ്റെ ഒരു ഈ 30 വർഷത്തെ ജീവിതത്തിലെ മൊത്ത സന്തോഷം ഞാൻ കൈപ്പിടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികം, അത് തന്നെ സംഭവം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല പ്രാവശ്യം ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് അത്. പലർക്കും പോസിറ്റീവായിട്ട് തോന്നാം, പലർക്കും നെഗറ്റീവായിട്ട് തോന്നാം. അതൊക്കെ ഡിപ്പെൻസ് ഓൺ പീപ്പിൾസ് മൈൻഡ് അല്ലേ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വളരെ വ്യത്യാസമാണ്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ നമ്മളുടെ അടുത്ത് പറയും അതിനിപ്പോൾ എന്താ ചെയ്തതെന്ന്. പക്ഷെ നമ്മളുടെ പുറകെ പറയും ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നമ്മുടെ കുറ്റം പറയുക. എന്നോട് സ്ഥിരം ഒരു കുട്ടി ഇങ്ങനെ മെസ്സേജ് ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര അതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യും, ചേച്ചി സുഖമാണോ, എന്ത് ചെയ്യണോ. മൂപ്പർക്ക് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള മൂപ്പർക്ക് വിഷമം വരുമ്പോഴാണ് എനിക്ക് മെസ്സേജ് അയക്കാറ്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ എൻ്റെ മെസ്സേജ് ശല്യം ചെയ്യണ ഒരു കുട്ടിയല്ല. ഇങ്ങനെ പറയും, ചേച്ചി അങ്ങനെ ഉണ്ടായി എന്നിട്ട് ചെയ്യുക, എനിക്ക് അവരെ ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുക, അല്ലെങ്കിൽ ഞാനത് കണ്ടു എനിക്കത് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് നിസ്സാരം. ഞാനൊരു കാര്യം പറയാം കേട്ടോ. ആ കുട്ടിക്ക് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ പേരൊന്നും പറയാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്കും അറിയില്ല, എനിക്ക് നേരിട്ട് അറിയില്ല, ജസ്റ്റ് ചാറ്റിലൂടെയുള്ള പരിചയമാണ് കേട്ടോ. മൂപ്പരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആദ്യമായിട്ട് എനിക്കൊന്ന് കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്. ചേച്ചി ഞാനും ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ താമസിക്കുന്നതാണ്,
വളരെ പുറത്തുനിന്ന് കാണുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എൻ്റെ മോനെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ഞാൻ തിരിയുമ്പോൾ. പലരുടെയും മുന്നിൽ അല്ലെങ്കിൽ പലർക്കും എൻ്റെ മക്കൾ വളരെ മോശമായിട്ട്, എനിക്ക് 3 പേരാണോ 2 പേരാണോ എന്നൊരു സംശയമുണ്ട്. എനിവേ, അപ്പോൾ ഇങ്ങനെ പറയും. ഞാനിത് അവിചാരിതമായിട്ട് ഈയിടയ്ക്ക് അറിഞ്ഞു. എന്താ പറയുക, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുന്നു, എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവർ പലരോടും പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കളെ നമ്മളറിയണ പോലെ വേറെ ഒരാളും അറിയില്ല. ഇതിപ്പം റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മളാണ് നമ്മുടെ മക്കളെ ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലേ, വേറെ ആരുമല്ല ടേക്ക് കെയർ ചെയ്യുന്നത്. ഇപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, വളരെ ഭംഗിയിലോ കൊച്ചുമക്കളെ നോക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ എന്താണ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നു എന്നൊരു സംശയം. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി എനിക്കറിയില്ല, എനിക്ക് ആകെ വീർപ്പ് മുട്ട. അപ്പം ഞാൻ ആ കുട്ടിയോട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. മോളെ, അവരുടെ മുഖത്ത് പറയുന്ന ആൾക്കാരെ മനസ്സിൽ അവരെ ചിരിച്ച് തന്നെ കാണിക്കുക, ഒരിക്കലും വിദ്വേഷം കാണിക്കരുത്. മനസ്സിൽ വേണം 5-10 ചിരി വിളിച്ചോ, കുഴപ്പമില്ല. കാരണം നമ്മുടെ ഫ്രസ്ട്രേഷൻ നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ, നമുക്ക് അറിയാമല്ലോ. നമുക്ക് നമ്മളെ പറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അഫക്റ്റ് ചെയ്യുക നമ്മുടെ മക്കളെ പറ്റി പറയുമ്പോൾ നമുക്കത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മളെ ചിരിച്ച് കാണിച്ചിട്ട് വർത്തമാനം പറഞ്ഞത്. എനിക്ക് ആ കുട്ടി പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. എങ്ങനെയാണിത് അവിടെ പിടിച്ച് നിൽക്കുക എന്നൊക്കെ. ചിലരോട് നമുക്ക് ഓപ്പണായിട്ട് പോകാൻ പറ, അങ്ങനെ പറയാൻ പറ്റില്ല, ലൈഫാണ്. അപ്പം നമ്മൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ഓപ്പോസിറ്റ് സൈഡിലുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പം ഞാൻ അതിനോട് പറയും, ഇതൊന്നും കാര്യമാക്കണ്ട, ഇതൊന്നുമല്ല, നമ്മുടെ മക്കളെ നമ്മളറിയണ പോലെ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ അവരുടെ മുന്നിൽ ചിരിച്ച് തന്നെ ജീവിക്കുക. നമ്മളും ഈ പറയുന്ന പോലെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അവർ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ചിരിച്ച് കാണിക്കുക, അവർ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ച് കാണിക്കുക. അതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. ഞാൻ കുട്ടി ഇടയ്ക്ക് മെസ്സേജ് അയക്കും, പെട്ടെന്ന് വാനിഷ് ആയി പോകട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അന്വേഷിക്കാൻ, നമ്മൾ പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ഇഷ്യൂ നമ്മൾ അന്വേഷിക്കാനോ ഒന്നും പാടില്ല. അത് ഓക്കെ ആയോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. കാരണം എന്നോട് വന്ന് പറയുമ്പം അതിനൊരു സൊല്യൂഷൻ ഞാൻ പറയണോ വേണ്ടയോ എന്നൊരു 1000 വട്ടം മനസ്സിൽ ചിന്തിക്കൂട്ടെ. കാരണം പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ പേര് വരുമോ എന്നുള്ളൊരു പേടി എനിക്ക് നല്ല പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്നിലും എന്താ പറയുക, നെഗറ്റീവ് തോട്ട്സൊക്കെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയാം. അതാണ് നമ്മുടെ സന്തോഷം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണാം. കമ്മിങ് വീഡിയോസിൽ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പെട്ടിയും കെട്ടിപ്പിടിച്ച് ഞാനിപ്പോൾ തൽക്കാലം വൈൻഡപ്പ് പറയാം കേട്ടോ. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.